എന്നും ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ ലിയോ കൂട്ടനെയാണ് കാണിക്കുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു ഇവരെ കാണിച്ചു തുടങ്ങാമെന്ന്. ഇവർ 2 ആണുങ്ങളുണ്ട്, 2 പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ പക്ഷേ 2 പെണ്ണുങ്ങൾ ഈ ആണുങ്ങളുമായിട്ട് അത്ര ഇണങ്ങിയിട്ടൊന്നും ഇല്ല, കമ്പനിയൊന്നും അടിച്ചിട്ടൊന്നും ഇല്ല. അവരിണങ്ങി വരുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തോരനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇവരെ ഒന്ന് കാണിക്കാം എന്ന് കരുതി. നമ്മുടെ ചെടികളൊക്കെ ഒരുവിധമൊക്കെ കിളിച്ചൊക്കെ നല്ല ഇതായിട്ടൊക്കെ വരുന്നുണ്ട്. ഞാനെടുത്ത് താഴേക്കൊക്കെ വച്ചിരിക്കുകയാണ്. ചെടി കാണിക്കുമ്പോൾ ഷൂവും വരുന്നുണ്ട്. ഷൂ കഴുകി വെയിൽ കൊള്ളാൻ വച്ചിരിക്കുക. താഴെ ഇരിപ്പുണ്ട് ചെടികൾ. പിന്നെ ഇത് ലിയോ കുട്ടൻ്റെ വെള്ളം വയ്ക്കുന്ന ഇതാണ്. വെള്ളം ഒഴിച്ചപ്പോൾ ആ വെള്ളം വന്ന് വീണ് കിടക്കുന്നതാണ്, അല്ലാതെ അഴുക്കല്ല. ചെടിയിലെ വെള്ളം വന്ന് കിടക്കുകയാണ്. അവന്മാരുടെ ബോള് ഇങ്ങനെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഇച്ചിരി പച്ചപ്പ് ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഞാൻ കുറേ ഉണ്ടായിരുന്നെല്ലാം ഇതുപോലെ ഉണ്ടായിരുന്നത് ഞാനിവിടെ കുറേ അങ്ങ് വെട്ടിക്കളഞ്ഞു. ചേച്ചി പറഞ്ഞു മൊത്തം കാട് പിടിച്ച് ഉണക്കി കിടക്കുന്നു, ഇതെന്തോ ഓടിയെന്നൊക്കെ ചോദിച്ചു. അന്നേരം അങ്ങ് വെട്ടിക്കളഞ്ഞു. എല്ലാം വൃത്തിയാക്കി. ഇതിനകത്ത് ഓർക്കിഡ് ഉണ്ടായിരുന്നു, ഇപ്പം തീർന്നു പോയി. ഞാൻ ലിയോയെ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കരമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുക ലിയോ ചെക്കൻ. ഇപ്പം കാണിച്ചു തരാവേ. ഇനി ഇത് കിളിച്ച് ഒരിടയ്ക്കങ്ങ് മൊത്തം ഉണങ്ങിപ്പോയായിരുന്നു. പിന്നെ കിളിച്ച് കയറുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ടോ, 2 ഇത് ചെടി വയ്ക്കുന്ന സാധനം മേടിച്ചായിരുന്നു, വെള്ളം ഒഴിച്ച്. അതിനകത്ത് ചെടി വെച്ചിട്ടുണ്ട് അവിടെ ഫിറ്റ് ചെയ്തിട്ട്. ഇത് ഈശോയുടെ മുമ്പിലാണ് വെച്ചത്. അത് ഒറിജിനൽ അല്ല കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ചെടിയാണ്. ആണ്ടേ ഉണ്ടോ ലിയോ കുട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. അയ്യോ, ഉടുതുണി ഇല്ലാത്ത കണക്ക് കിടന്ന് ഉറങ്ങുവാണല്ലോ. എടാ ചെറുക്ക, ആണോ ഇല്ല മാനോ ഇല്ലാത്ത കണക്ക്. ഇവിടെ വെച്ച ചെടിയൊക്കെ ഞാൻ മാറ്റി, ഇപ്പം മേളിലേ ഉള്ളൂ. അപ്പം നമുക്ക് പാചകത്തിലേക്ക് പോകാം. ഇതുണ്ടോ, നമ്മളെ പച്ചച്ചീര വെച്ചാണ് തോരനുണ്ടാക്കുന്നത്. കഴുകി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ വെച്ചായിരുന്നേ കുറേ കൂടെ വെള്ളമൊക്കെ പോയേനെ. അപ്പോൾ ഇത് അരിയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ അരിഞ്ഞ് തോരൻ വയ്ക്കാനുള്ള എല്ലാം റെഡി ആയിട്ട് വരാവേ. അപ്പം നമ്മുടെ തോരൻ ശരിയാക്കാനായിട്ട് പോവുകയാണേ. എൻ്റെ ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു. അത് ഞാൻ പറയണ്ടല്ലോ എന്ന് വെച്ചങ്ങ് ചെയ്തതാണേ. കടുകിടുകയാണ്. ചിലർ ഇതിൻ്റെ കൂടെ ഉഴുന്ന് പരിപ്പിടും, ചിലർ അരിയിടും. അതൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇവിടെ ഉഴുന്ന് പരിപ്പും അരിയൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കടുകിട്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ ഉണ്ടോ, ടപ്പോ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നുണ്ട്. ഉണ്ടോ, അപ്പം നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടു. കൂടുതൽ നേരം കിടന്നു കഴിഞ്ഞാൽ കരിയില്ലേ. ഉണ്ട്, സവാള ഇടുന്നു. നിങ്ങൾ കടുകിടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങളുടെ വീട്ടിൽ എന്താ ഉള്ള എണ്ണ ആ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ എങ്കിൽ വെളിച്ചെണ്ണ, നല്ലെണ്ണ എങ്കിൽ നല്ലെണ്ണ, ഏതെണ്ണ ആയാലും ഒഴിക്കുക. അത് കഴിഞ്ഞ് കടുകിടുക. പിന്നെ മുളകും കറിവേപ്പില ഇട്ടു. പിന്നെ ചിലർ ഞാൻ പറഞ്ഞില്ലേ ഉഴുന്നിടും, ചിലർ അരിയിടും. ഒക്കെ പൊരിച്ചെടുക്കുന്നത് നല്ലതാണ്, എനിക്കിഷ്ടമാണ്. നമ്മളെ കപ്പയ്ക്കയില്ലേ, കപ്പളങ്ങ, കോമയ്ക്ക അങ്ങനെയൊക്കെ പറയത്തില്ലേ, ഓരോരുത്തർക്ക് ഓരോന്നാണല്ലോ അതിന് പേര്. അതിനകത്ത് ഇതുപോലെ ഇങ്ങനെ ഉഴുന്നൊക്കെ ഇട്ട് തോരൻ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് പയറിട്ടും തോരൻ വയ്ക്കും. ഉണ്ടോ, ഉള്ളി കൊത്തി അരിയുന്നവരുണ്ട്. ഞാനിച്ചിരി വലുതായിട്ടൊക്കെയാണ് അരിഞ്ഞേക്കുന്നത്.
വലിയ സ്റ്റൈലൊന്നും നോക്കിയില്ല. നമുക്കിനി അതിനകത്തേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ ഇലത്തോരനാവുമ്പോൾ നമുക്ക് ഒത്തിരി ഉപ്പ് ഇടരുത്, കുറച്ച് ഉപ്പേ ഇടാവുള്ളൂ. ഇവിടെ ഈദിൻ്റെ അവധിയായി. എനിക്കിടയ്ക്ക് ചുമ വരുന്നതറിയാം വീഡിയോയിൽ. ഫാൻ ഇടത്തില്ലല്ലോ, നമ്മുടെ നാടിൻ്റെ കണക്ക് ജനലൊന്നും ഇല്ല. അപ്പോൾ ഫാനും കൂടെ ഓഫാക്കുമ്പോൾ ഈ കടുവൊക്കെ ഇടുമ്പോൾ ഒരു വല്ലാത്ത ഇത് എൻ്റെ മൂക്കിലോട്ടിങ്ങ് അടിക്കും. അപ്പോഴത്തേക്ക് എനിക്ക് ചുമ വരാറുണ്ട്. അതാണ്, അല്ലാതെ ദൈവം സഹായിച്ച് ഇപ്പോൾ പനിയും ചുമയൊന്നും വന്നിട്ടില്ല. ഈദിൻ്റെ അവധിയാണ്. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, പക്ഷേ ഇപ്പം അവധിയാണ്. ഇന്ന് തൊട്ട് ഓൺലൈൻ ക്ലാസ് ഇല്ല 2-3 ദിവസത്തേക്ക്. അങ്ങനെ അവിടെ അപ്പുറത്ത് പിള്ളേർ ഉപ്പും മുളകും കാണുകയാണ്. ഉപ്പും മുളകിൻ്റെ ആരാധകരാണ് വലിയ. ഞാൻ പിന്നെ എപ്പോഴും വിചാരിക്കും ഒത്തിരി കാര്യം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കരുതെന്ന്. പിന്നെയും പറഞ്ഞു പോകുന്നതാണേ. നിർത്തിയേക്കാം, നമ്മുടെ കാര്യത്തിലോട്ട് വരാം, പാചകത്തിലോട്ട് വരാം. വേണ്ടേ, ചിക്കൻ കറി വെച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. പാലക്കിട്ടാണ് വെച്ചത്. ഇവന്മാർ പാലക്കൊക്കെ കൂട്ടാൻ ഇച്ചിരി മടിയാണ്. അതുകൊണ്ട് ഞാൻ പാലക്ക് ഇട്ട ചിക്കൻ കറി വെച്ചത്. അപ്പം നമ്മുടെ ചീരയൊക്കെ അരിഞ്ഞുകൊണ്ട് വന്നു. കൂടുതൽ ഇവിടെ ചുമന്ന കളറുള്ള ചീരയാണ് കിട്ടുന്നത്. ഇന്ന് പ്രാവശ്യം ഇതാണ് കിട്ടിയത്. ഇന്നലെ നമ്മൾ കഴുകി തോർത്തി വയ്ക്കും. തോർത്തിങ്ങനെ നമ്മൾ കഴുകി തോർത്തിയെന്ന് പറഞ്ഞാൽ തലയിൽ തോർത്തുന്നതൊക്കെ തോർത്തുമല്ല, വെള്ളം പോകാനായിട്ട് നമ്മുടെ ഊട്ടിയുള്ള പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് വെച്ച് വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഒട്ടും കുഴയത്തില്ല. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു. അത് കുഴയുമോ എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ട്. അത് കുഴയുകയാണെങ്കിൽ നമുക്ക് കുഴയാതിരിക്കാനുള്ള പരിപാടികൾ ചെയ്യണ്ടേ. അതിനുവേണ്ടി ഇവിടെ വേറൊരു ആളെയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അയാളെയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ കുഴയത്തില്ല. നല്ല ഇത്തിരി പക്ഷേ നല്ല ടേസ്റ്റുമാണ്. വേറെ ആരുമല്ല, നമ്മുടേതാ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ചിക്കൻ മസാല ചേർക്കാമെന്ന് വെച്ചു. ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് തരി. ഞാൻ ഇടുമ്പോൾ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഒരു കയ്യിൽ മൊബൈൽ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിങ്ങനെ ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നു. ഇന്ന് ജീരകം ഇടാതെ ചിക്കൻ മസാല ഇട്ട് തേങ്ങയും മുളക് പൊടി ഇട്ട്, ഇന്ന് പച്ചമുളക് ഇടുന്നില്ല. അല്ലാതെ മുളക് പൊടിച്ചെടുത്തതാണ്. നമ്മൾ കടുക് വറുക്കാൻ മേടിക്കുന്ന മുളകുണ്ടല്ലോ, അത് കുറച്ച് കൂടുതലെടുത്ത് കഴുകി ഉണക്കി എടുത്തിട്ട് പൊടിച്ചെടുക്കും. അത് പൊടിച്ചെടുത്തതാണ്. ഇവിടെ വന്നിട്ട് പിള്ളേർക്ക് വരെ ചുമ വരുവാണ്. ഫാൻ ഇടാത്തത് കൊണ്ടാണ് പ്രശ്നം. അപ്പം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇച്ചിരി നേരം, ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ചീര ആയതുകൊണ്ട് വേഗമാവും. അപ്പം അതുകൊണ്ട് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഉണ്ട്, കൂടുതൽ വെള്ളമൊന്നും ഇല്ല ആളിന്.
നമുക്കിനി ഇച്ചിരി മസാലയൊക്കെ ഇടാം. കുഴിയൊക്കെ കുഴിച്ച് ചിക്കൻ മസാലയാണ്. മഞ്ഞപ്പൊടി, ആവശ്യമുള്ളത് നിങ്ങൾ ഇടുക. അല്ലാതെ മഞ്ഞൾപ്പൊടി 1 സ്പൂണ് 1/2 സ്പൂൺ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. വേണ്ട ഈ മുളക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നത് അത് കുറച്ചിട്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഈ ലൈറ്റ് നിങ്ങൾക്ക്, ഞാൻ വേറൊരു ലൈറ്റ് കൂടെ ഇട്ട് നോക്കിയതാണ് വെട്ടം കാണാൻ വേണ്ടി. നമുക്ക് ഉപ്പിടാം. ഉപ്പിട്ടിട്ടില്ല, നല്ല ഉപ്പിട്ടിട്ടുണ്ട്. ഉള്ളി വാടാൻ വേണ്ടി ഞാൻ ഇട്ടായിരുന്നു. അത് നോക്കിയിട്ട് നമുക്ക് എൻ്റെ സംസാരമൊക്കെ ഇച്ചിരി കുറയ്ക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ നാവടയ്ക്കൂ ജോലി ചെയ്യുമെന്നല്ലേ. നാവടയ്ക്കണമെങ്കിൽ മിണ്ടാതിരിക്കണ്ടേ? നമുക്ക് മിണ്ടാതിരുന്ന് വീഡിയോ ചെയ്യാൻ നോക്കാം. ഉപ്പ് കൂടിയിട്ടൊന്നുമില്ല, ആവശ്യത്തിനേ ഉള്ളൂ. ഇനി തേങ്ങയൊക്കെ ഇടുമ്പോൾ ഇവർ റെഡിയായിരിക്കും. തേങ്ങ ഇടണം, നമുക്കിതിനകത്ത് പയറിടണം. പയർ വേവിച്ചതാണേ ഞാൻ. അപ്പോൾ പയറൂടെ നമുക്ക് ചേർക്കാം. പയറിടുവാണേ. ചെറുപയറേ, നമ്മുടെ പച്ചക്കള്ളല്ല പയർ. ഇന്ന് അതുകൊണ്ടാണ് എല്ലാം പച്ചപ്പിലേക്ക് പോയത്. പക്ഷെ അറിയാതാണ് ഞാൻ ചെടികൾക്കൊക്കെ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇങ്ങനെ ചീര അരിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇന്ന് ചീര, പച്ചച്ചീര, എല്ലാം പച്ചപ്പയർ. അപ്പം അതൊക്കെ ഇടുമ്പം പച്ചപ്പ് ഓക്കെയാണ് എൻ്റെ വീഡിയോയ്ക്ക്. എനിക്കങ്ങനെ ദൈവം ഓരോന്നൊക്കെ സെറ്റാക്കി തരുന്ന കേട്ടോ. ഞാനൊന്നും ചിന്തിക്കാതെ എന്തെങ്കിലും ചെയ്യും, പക്ഷെ അതൊക്കെ ദൈവം റെഡിയാക്കി തരും. നല്ലപോലെ മിക്സ് ചെയ്യട്ടെ. ഒരു കൈയിൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടായി കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന പാത്രം ഉണ്ടോ, നമ്മുടെ ഇരുമ്പ് ചട്ടി. ഇനി തേങ്ങയും കൂടെ എടുത്തുകൊണ്ട് വരാം. തേങ്ങ ഇട്ടേക്കാം. എൻ്റെ തേങ്ങ ഇടാൻ പോകുന്നത്, നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഇച്ചിരി തേങ്ങയൊക്കെ കൂടുതൽ കിട്ടുമല്ലോ. ഇതിന് തേങ്ങ കൂടുതലിടുന്നത് നല്ല ടേസ്റ്റാണ്. ഇവിടെ തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്. യുദ്ധം കഴിഞ്ഞിട്ടൊന്നും ഒന്നിനും വില കുറഞ്ഞിട്ടൊന്നുമില്ല. തേങ്ങ, വെളിച്ചെണ്ണ ഒക്കെ കൂടുതൽ പൈസയ്ക്ക് നിൽക്കുകയാണ്. എല്ലാത്തിനും കൂടി നിൽക്കും, ഒന്നും കുറഞ്ഞിട്ടില്ല. കൂടിയതൊന്നും കുറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ കുറേ കൂടെ തേങ്ങയുണ്ടെങ്കിൽ ഇടുക, അപ്പോൾ ടേസ്റ്റ് കൂടും. തേങ്ങ ഇട്ടൊന്ന് നല്ലതുപോലെ ആക്കിയിട്ട് ഒന്ന് 5 മിനിറ്റ് വേണ്ട, അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡിയാവും. ചീരത്തോരൻ, പയർ ആൻഡ് പച്ചച്ചീര. കുപ്പച്ചീരയെന്നും പറയാറുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട് നാട്ടിലൊക്കെ. കുപ്പച്ചീര, പച്ചച്ചീര എന്നൊക്കെ പറഞ്ഞു. പിന്നെ പാലക്ക് വേറെ ഉണ്ട്, അത് വേറെയാണ്, അതിവിടെ മേടിക്കാറുണ്ട്. ഇതിൻ്റെ റെഡ് ചീരയും
റെഡ് ചീര തന്നെ നമ്മൾ പലത് കാണാറുണ്ട്. കട്ടിയുള്ള ഈ നല്ല റെഡുള്ള ഇലയുള്ളത്, തണ്ട് കൂടുതലുള്ളത്, അങ്ങനെയൊക്കെ ഉണ്ടോ. ഒരു 5 സെക്കൻഡ് ഇരുന്നോട്ടെ, നമുക്ക് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. കണ്ടേ ഇത് നല്ല ഇതായിട്ടിരിപ്പുണ്ട്. ഇതിനകത്ത് ഇത്തിരി പാളിച്ച് പറ്റി എന്നുള്ളത് ഞാൻ പറയും. എന്താണെന്നറിയോ, പയറ് ഇച്ചിരി വെന്ത് പോയി. അത് ഇച്ചിരി കൂടെ വേവ് കുറച്ചെടുത്താൽ കുറേ കൂടെ ഇങ്ങനെ മണി പോലെ കിടക്കും. അതിനകത്തൊരു പാളിച്ച പറ്റി കേട്ടോ. അപ്പോൾ പയർ ഇച്ചിരി കൂടെ ഒത്തിരി പയർ വെന്ത് പോവാതെ നോക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് സ്കൂളിലൊക്കെ പിള്ളേർക്ക് കൊടുത്തുവിട്. എന്നിട്ട് കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്ന് അഭിപ്രായങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എൻ്റെ ഇത് കാണുമ്പോൾ എനിക്ക് പറയുക, കമൻ്റ് ഇടുക. കാണുമോയെന്ന് എനിക്കറിയില്ല. ഞാനൊരു ബീട്രൂട്ട് തോരൻ വെച്ചിട്ട് ആകെ 11 വരെ കണ്ടേ. ആരെങ്കിലുമൊക്കെ കണ്ടോ? കാണാൻ ഇഷ്ടമല്ലേ, കാണണ്ട, യൂട്യൂബിൽ കിടക്കട്ടെ. അപ്പം അങ്ങനെ നമ്മുടെ പയറുതോരനും ചീരത്തോരനും ചീരയും പയറും ഒന്നിച്ചിട്ട തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ നമുക്ക് ബൈ ബൈ.